അറിഞ്ഞത് വെച്ച് എൻ്റെ അവസ്ഥ വളരെ സീരിയസ് ആണ്. എനിക്ക് വേണ്ടി ചേച്ചി ജോലി രാജിവെച്ചു. ഇപ്പോൾ ഫസ്റ്റ് കീമോയ്ക്ക് ശേഷം നമ്മുടെ രേണുസുധിയാണ് ഇപ്പോൾ മനസ്സ് തുറക്കുന്നത്. ക്യാൻസർ ബാധിച്ച വിവരം അടുത്തിടെ തുടർന്ന് പറഞ്ഞ് മലയാളികളെ ഒന്നടങ്കം സങ്കടത്തിലാഴ്ത്തിയ ഒരു വ്യക്തിയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ താരം രേണുസുധി. തൻ്റെ ആദ്യ കീമോയ്ക്ക് ശേഷമുള്ള കുറിപ്പാണ് ഇപ്പോൾ പങ്കുവച്ചത്. അതായത് നമ്മുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയിരിക്കുന്നുവെന്ന്. ആദ്യ കീമോ കഴിഞ്ഞതിനു പിന്നാലെ കഠിനമായ ശാരീരിക ബുദ്ധിമുട്ടുകളിലൂടെയാണ് താൻ കടന്നു പോകുന്നതെന്ന് രേണുസുധി ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. ഈ കഠിനമായ പ്രതിസന്ധി ഘട്ടത്തിൽ തനിക്ക് പൂർണ്ണ പിന്തുണയുമായി കൂടിയുള്ളത് സ്വന്തം ചേച്ചി രമ്യയാണെന്ന് രേണു വ്യക്തമാക്കുന്നു. 3 ആഴ്ച കൂടുമ്പോഴാണ് ഒരു കീമോ വെച്ച് അങ്ങനെ 6 കീമോയാണ് ചികിത്സയുടെ ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ടത്. തുടർന്ന് ഒരു സർജറി. അങ്ങനെയാണ് ഡോക്ടർമാർ ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നു എന്നാണ് രേണുസുധി ഇപ്പോൾ പുറത്തുവിടുന്ന വിവരം. ഇനി കോട്ടയം മെഡിക്കൽ കോളേജാണ് എൻ്റെ തറവാടെന്നും രേണുസുധി പറയുന്നുണ്ട്. അവിടെയാണ് എൻ്റെ ചികിത്സ. എത്ര വർഷം മുന്നോട്ട് പോകുമെന്ന് അറിയില്ല. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ, അല്ലെങ്കിലും എൻ്റെ ഋതപ്പൻ്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. എന്നോട് ശത്രുതയുള്ളവർ ഉണ്ടാകും. ഞാനായിട്ട് ആരോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് രേണുസുധി പറയുന്നത്. കീമോയ്ക്ക് ശേഷം എന്നെ പുറത്തു നിർത്തിയിരുന്നു. ചേച്ചിയോടും ചേട്ടാപ്പിയോടുമാണ് എൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞത്. അവർ അതൊന്നും എന്നോട് പറഞ്ഞില്ല. അതൊന്നും ചിലപ്പോൾ വലിയ സീരിയസ് ആയ കാര്യങ്ങൾ കൊണ്ടായിരിക്കും. ഇവിടെ വെച്ച് വന്നപ്പോഴും എൻ്റെ റൂമിൽ കതകടച്ച് അകത്ത് എത്തിയിട്ടാണ് കാര്യങ്ങൾ സംസാരിച്ചത്. ഞാൻ അറിഞ്ഞത് വെച്ച് നോക്കുമ്പോൾ എൻ്റെ അവസ്ഥ വളരെ സീരിയസ് ആണ്. അതുകൊണ്ട് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്. മരുന്നിൽ തന്നെ ലക്ഷങ്ങളാകും. പക്ഷേ അതൊന്നും ഞാൻ കരുതിയിട്ടില്ല. കുറച്ച് പരിപാടികൾ മുടങ്ങിപ്പോയിരുന്നു. പിരിവിന് വേണ്ടി പറയുന്നതല്ല. ചാനൽ പിന്തുണയ്ക്കണം. വീഡിയോയ്ക്ക് നല്ല വ്യൂസ് ഉണ്ടാകണം. എന്നാലേ മരുന്നൊക്കെ മേടിക്കാനുള്ള സാധിക്കും. ബിഗ് ബോസിലെ ആളുകളൊക്കെ വിളിക്കുന്നുണ്ട്. ഞാനിങ്ങനെ ഇരിക്കുന്നുവെന്നേ ഉള്ളൂ. എവിടെ നിന്നോ കിട്ടിയ ധൈര്യമാണ്. പണ്ടേ ഞാനിങ്ങനെയാണ്. മനക്കരുത്തുണ്ട്. ബാക്കിയുള്ളതെല്ലാം ദൈവത്തിൻ്റെ കൈകളിലാണ്. ഇങ്ങനെ പോകുന്നു നമ്മുടെ രേണുസുധിയുടെ വാക്കുകൾ. പ്രൊഫഷണൽ നഴ്സായ ചേച്ചി തൻ്റെ ജോലിയിൽ നിന്ന് രാജിവെച്ചാണ് ഇപ്പോൾ രേണുവിനെ പരിചരിക്കാൻ കൂടിയുള്ളത്. കടുത്ത ക്ഷീണം നേരിട്ടത് കാരണം തനിക്ക് ചേച്ചിയാണ് ചോറുൾപ്പെടെ എല്ലാ ഭക്ഷണവും വാരിത്തരുന്നത് എന്ന് വേണു വളരെ ഭയങ്കര വികാതീരതയായിട്ടാണ് പറയുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് രേണുവിൻ്റെ നിലവിലെ ചികിത്സകൾ നടക്കുന്നത്. ഫസ്റ്റ് കീമോ കഴിഞ്ഞു. ചേച്ചി ഫുഡ് തരുന്നു. എനിക്ക് വയ്യ. നല്ല ക്ഷീണവും ശരീരവേദനയുമാണ്. പ്രാർത്ഥിക്കണേ എന്നാണ് തളർന്നിരിക്കുന്ന ചിത്രം പങ്കുവച്ചുകൊണ്ട് രേണുസുധി കുറിച്ചത്. കടുത്ത ക്ഷീണം കാരണം എഴുന്നേൽക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിലാണ്. താൻ വളരെ വലിയ ബുദ്ധിമുട്ടിലാണെന്നും താരം വ്യക്തമാക്കുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ PICC ലൈൻ ചികിത്സയാണ് രേണു തേടുന്നത്. കീമോതെറാപ്പിയുടെ വേദന താങ്ങാൻ പറ്റാത്തവർക്ക് PICC ലൈൻ ആശ്വാസമാണ്. കയ്യിലെ ഒരു പ്രധാന രക്തക്കുഴലിലൂടെ പ്രത്യേക കാത്തറ്റർ സ്ഥാപിച്ച് മരുന്നുകൾ നേരിട്ട് ശരീരത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നതാണ് PICC ലൈൻ. ആവർത്തിച്ചിട്ടുള്ള സൂചിക്കുത്തലുകൾ ഒഴിവാക്കാനും ദീർഘകാല ചികിത്സ കൂടുതൽ സുരക്ഷിതവും സൗകര്യപ്രദമായി നടത്താനും ഇതിലൂടെ സാധിക്കും. രോഗം ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പടർന്ന സാഹചര്യത്തിൽ തുടർച്ചയായ ചികിത്സയ്ക്കായി വളരെ വലിയ തുക ആവശ്യമാണ്. രോഗം 3-ാം സ്റ്റേജിലാണെന്നും ഹൃദയത്തിലെ മസിലുകളിലേക്കും ശ്വാസകോശങ്ങളിലേക്കും ക്യാൻസർ വ്യാപിച്ചതായും അതായത് അവസ്ഥ അല്പം മോശമാണെന്നും രേണു കഴിഞ്ഞ വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു. തൻ്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന വ്യാജ പണപ്പിരിവുകൾക്കെതിരെ രേണു ശക്തമായി പ്രതികരിച്ചിരുന്നു. എന്നെ ജീവനോടെ കൊല്ലരുത്. എൻ്റെ പേരിൽ പണം പിരിക്കാൻ ഞാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല, ചുമതലപ്പെടുത്തിയിട്ടുമില്ല എന്നാണ് രേണു സ്വന്തം വീഡിയോയിലൂടെ വ്യക്തമാക്കിയത്. ആരോഗ്യസ്ഥിതി മോശമായതിനാൽ മുമ്പത്തെ പോലെ ജോലി ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ സബ്സ്ക്രിപ്ഷൻ വഴിയും യൂട്യൂബ് വഴിയും കിട്ടുന്ന വീഡിയോകൾ ചെയ്ത് ചികിത്സാ ചെലവിനുള്ള പണം കണ്ടെത്തുകയാണ് രേണു ശ്രമിക്കുന്നത്. തന്നെ സ്നേഹിക്കുന്നവർ യൂട്യൂബ് ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്നും വ്യാജ അക്കൗണ്ടുകളിലൂടെയൊന്നും വഞ്ചിതർ ആകരുതെന്നും താരം അഭ്യർത്ഥിച്ചു. 15-ാം വയസ്സിൽ ശരീരത്തിൽ കണ്ട മുഴ വേദനയില്ലാത്ത ഒരു ചെറിയ മുഴയാണ് പിന്നെ വർഷങ്ങൾക്ക് ശേഷം ക്യാൻസറായി മാറിയത്. വേദനയില്ലാത്ത മുഴകൾ ശരീരത്തിൽ കണ്ടാൽ പെൺകുട്ടികൾ അതൊട്ടും അവഗണിക്കരുതെന്നും കൃത്യമായ പരിശോധനകൾ നടത്തണമെന്നും രേണു ഓർമ്മിപ്പിച്ചു. രോഗം തന്നെ മാനസികമായി തളർത്തുന്നുണ്ടെങ്കിലും കരഞ്ഞിരിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല. കൂട്ടത്തിൽ തന്നെ രോഗത്തോട് ധീരമായി പോരാടി ജീവിതത്തിലേക്ക് ശക്തിയായി തിരിച്ചു വരുമെന്നും രേണു ഉറപ്പിച്ച് പറയുന്നു. അപ്പോൾ നമ്മുടെ രേണുസുധിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. അറ്റ്ലീസ്റ്റ് രേണു പറഞ്ഞതുപോലെ തന്നോട് നെഗറ്റിവിറ്റി ഉള്ളവരുണ്ടാവും, അതുപോലെ തന്നെ ദേഷ്യം പകയൊക്കെ ഉള്ളവരുണ്ടാവും. പക്ഷേ എന്നിരുന്നാലും അവളൊരു സ്ത്രീയാണ്, ഒരു അമ്മയാണ്, കൂട്ടത്തിൽ ഒരു മനുഷ്യജീവിയാണ് എന്നുള്ള പരിഗണന നമ്മൾ നൽകേണ്ടിയിരിക്കുന്നു. അപ്പോൾ സാധാരണ കുറേ ആൾക്കാർക്ക് ഇതിൻ്റെ രോഗം വരുമായിരിക്കും. പക്ഷേ നമ്മൾ അറിയുന്നൊരു വ്യക്തി എന്ന നിലയിൽ
ഒരു സ്ത്രീ എന്ന നിലയിൽ നമ്മൾ അതിനുള്ള മാനുഷിക പരിഗണന കൊടുക്കണം, അറ്റ്ലീസ്റ്റ് ഒരു മനുഷ്യൻ എന്ന നിലയിൽ. അപ്പോൾ രേണുസുതിക്ക് വേണ്ട എല്ലാ പിന്തുണകളും ഒപ്പം പ്രാർത്ഥനകളും പ്രത്യേകിച്ച് ഋതപ്പൻ്റെ അമ്മ എന്ന നിലയിൽ നമ്മൾ കൊടുക്കണമെന്ന് എല്ലാവരുടെയുമായി ഞാൻ പറയുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ രേണുസുതി സുഖം പ്രാപിച്ച് വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ കൂടി ചെയ്യണേ. കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. താങ്ക് യു.